യാത്രാ സംവിധാനങ്ങളുടെ അഭാവത്തിൽ ആർളം ഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ കൂട്ടക്കൊഴിഞ്ഞുപോക്ക്. +2 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ബാച്ചുകളിൽ അഡ്മിഷൻ സമയത്ത് നിരവധി വിദ്യാർത്ഥികൾ എത്താറുണ്ടെങ്കിലും നിലവിലെ കടുത്ത യാത്രാ ദുരിതം കാരണം കൊമേഴ്സ് ബാച്ചിലെ ഭൂരിഭാഗം കുട്ടികളും ഇതിനകം TC വാങ്ങി മറ്റ് സ്കൂളുകളിലേക്ക് പോവുകയാണ്. പേരാവൂർ, കാക്കയങ്ങാട്, കീഴ്പള്ളി ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് നിലവിൽ വലിയ യാത്രാക്ലേശം നേരിടുന്നത്. രാവിലെ സ്കൂളിലേക്ക് വരുന്നതിനായി ആകെയുള്ള ഒരു ബസ് ഫാമിൽ എത്തുന്നത് 10 മണിയോടെയാണ്. എന്നാൽ വൈകുന്നേരം സ്കൂൾ വിട്ടാൽ തിരിച്ചു പോകാൻ യാതൊരു വാഹന സൗകര്യവുമില്ല. സ്കൂളിൽ നിന്ന് പ്രധാന റോഡിലേക്ക് എത്താൻ വിദ്യാർത്ഥികൾ ദിവസേന 200 രൂപയോളം ഓട്ടോക്കൂലി നൽകേണ്ടി വരുന്നു. ഞങ്ങൾക്ക് ഒരു 200 രൂപയാണ് വൈകുന്നേരം ഓട്ടോക്കൂലി വരുന്നത്. കാക്കനാടെത്തി അങ്ങോട്ടേക്കുള്ള ബസ്സിന് 6 മണി വരെ അവിടെ വെയിറ്റ് ചെയ്താലേ ബസ് കിട്ടത്തുള്ളൂ. ഇവിടെ വരാൻ ബുദ്ധിമുട്ടില്ല, പക്ഷെ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു പോകാനാണ് ബുദ്ധിമുട്ട്. കാഞ്ഞിരപ്പള്ളിയിൽ അപ്പോൾ ഇവിടെ എത്തുമ്പോൾ 10 മണി 9 മണിക്കാവും. വണ്ടിക്ക് സൗകര്യം കുറവാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വണ്ടിയുടെ കാര്യത്തിന് വേണ്ടി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഇത് താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. വാഹനമില്ലാതെ സ്കൂൾ പരിസരത്ത് കുടുങ്ങുന്ന കുട്ടികൾ രാത്രി ഏറെ വൈകിയാണ് വീടുകളിൽ എത്തുന്നതും. +1 അഡ്മിഷൻ എടുത്തിരിക്കുന്ന ഭൂരിഭാഗം കുട്ടികൾ വരുന്നത് ഉളിക്കൽ, ഇരിട്ടി ഈ ഭാഗങ്ങളിൽ നിന്നാണ്. കാഞ്ഞിരക്കൊല്ലിയിൽ നിന്ന് പോലും വരുന്ന ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. ഇവർക്ക് രാവിലെ എത്തുന്നതിലും വലിയ ബുദ്ധിമുട്ടില്ല, പക്ഷെ തിരിച്ചു പോകുന്ന കാര്യത്തിൽ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. കാക്കങ്ങാട് ഭാഗത്തേക്ക് ഒരു ബസ് സർവീസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഇതിനൊരു പരിഹാരം കാണുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഈ വർഷം അഡ്മിഷൻ പൂർത്തിയായി സ്കൂൾ ഫുൾ സ്വിങ്ങിൽ നടക്കുന്ന സമയത്ത് ഒരു ബസ് അനുവദിക്കാൻ അധികാരികൾ KSRTC ആയാലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സായാലോ അനുവദിക്കാൻ വേണ്ടിയിട്ട് അധികാരികൾ ശ്രദ്ധിക്കണമെന്ന്. നേരം ഇരുട്ടുന്നതോടെ ആർളം ഫാമിൽ കാട്ടാനശല്യം അതിരൂക്ഷമാകുന്നതിനാൽ ജീവൻ പണയം വെച്ചാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ഇവിടെ തുടരുന്നത്. കുട്ടികളുടെ എണ്ണം കുറയുന്നത് സ്കൂളിലെ അധ്യാപക തസ്തികകളെയും നിയമനങ്ങളെയും ബാധിക്കുന്നു. ഈ ഗുരുതരമായ വിഷയം പരിഹരിക്കാൻ സ്കൂൾ അധികൃതർ പലതവണ ബന്ധപ്പെട്ട വകുപ്പുകളെ സമീപിച്ചെങ്കിലും ആരും തന്നെ ഇത് മുഖവിലക്കെടുത്തിട്ടില്ല. മലയോര മേഖലയിലെ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠന സൗകര്യവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ KSRTC പ്രത്യേക സർവീസ് ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെയും രക്ഷകർത്താക്കളുടെയും അടിയന്തര ആവശ്യം. ഫാം സ്കൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഒരു പരിഹരിക്കപ്പെടാത്ത പ്രശ്നമെന്ന് പറയുന്നത്, വൈകുന്നേരം കുട്ടികൾക്കും സ്റ്റാഫിനും പോകാൻ വാഹന സൗകര്യമില്ല എന്നുള്ളതാണ്. ഏറെ ആ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് കാക്കയങ്ങാട് ഭാഗത്തു നിന്ന് വരുന്ന കുട്ടികൾക്കാണ്. അവർക്ക് വൈകുന്നേരം കാക്കയങ്ങാട് ഭാഗത്തേക്ക് പോകാൻ വാഹന സൗകര്യമില്ല. അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ കുട്ടികൾ വളരെ ഭയത്തോടു കൂടിയാണ് ഈ ഫോറസ്റ്റ് ഏരിയയിൽ, ആനയുടെയൊക്കെ ശല്യമുള്ള ഈ ഫോറസ്റ്റ് ഏരിയയിൽ കൂടെ വൈകുന്നേരം പോകുന്നത്. പലപ്പോഴും കുട്ടികൾ റോഡിലൂടെ പോകുന്ന ബൈക്കിനും ഓട്ടോയ്ക്ക് കൈ കാണിച്ചിട്ടാണ് ആ ഒരു സൗകര്യമാണ് അവർ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പം അതുമൂലം പല കുട്ടികളും ഈ വാഹന സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അഡ്മിഷൻ എടുത്തിട്ട് TC വാങ്ങി മറ്റ് സ്കൂളിലേക്കോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലോ പഠിക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നു. ഏറെ പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിലെ കൊമേഴ്സ് ബാച്ചിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞാണ് വരുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം വൈകുന്നേരത്തെ ബസ് സൗകര്യം ഇല്ലാത്തതാണ്. അതിന് ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തണം എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി നമ്മൾ അധികാരികൾക്കൊക്കെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നാളിതുവരെ അതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയിട്ടില്ല. ഈ പോസ്റ്റ് ക്രിയേഷൻ നടക്കാത്തതിൻ്റെ പ്രധാന കാരണവും ഇതുതന്നെയാണ്. കുട്ടികൾ ആവശ്യത്തിനില്ല. പ്രത്യേകിച്ചും കൊമേഴ്സ് ബാച്ചിൽ. ഹ്യൂമാനിറ്റീസ് ബാച്ചിൽ കാര്യമായിട്ട് സ്ട്രെങ്ത് ഉണ്ട്. കൊമേഴ്സ് ബാച്ചിൽ വർഷങ്ങളായിട്ട് നമുക്കവിടെ സ്ട്രെങ്ത് 25 കുട്ടികൾ താഴെയായിട്ട് പോവുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കൊമേഴ്സ് ബാച്ചിൽ പഠിക്കുന്നത് പ്രധാനമായിട്ടും പുറത്തുനിന്നുള്ള കുട്ടികളാണ്. കാക്കയങ്ങാട് ഭാഗത്തു നിന്നും അതുപോലെ കീഴ്പള്ളി ഭാഗത്തു നിന്നുള്ള കുട്ടികളാണ്. കീഴ്പള്ളി ഭാഗത്തേക്ക് വൈകുന്നേരത്തേക്ക് പോകാൻ ബസ്സുണ്ട്. പക്ഷേ പാലപ്പുഴ, കാക്കയങ്ങാട് ഭാഗത്തേക്ക് പോകാൻ ബസ്സില്ലാത്തത് കൊണ്ടാണ് ആ ഭാഗത്തു നിന്നുള്ള കുട്ടികൾ TC വാങ്ങി പോകുന്ന അവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് കൊമേഴ്സ് ബാച്ചിൽ വർഷങ്ങളായിട്ട് കുട്ടികളുടെ എണ്ണം 25 താഴെയായിട്ട് നിലനിൽക്കും. പക്ഷേ ബസ് സൗകര്യം വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കും. അത് യാതൊരു വിധമായ സംശയമില്ല.